ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്നൊരു പരിപ്പ് കറി തയ്യാറാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പരിപ്പ് കറിയാണ്. ചോറിന്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പുട്ടിന്റെ കൂടെ കഴിക്കാം. ഇതിന്റെ മൂന്നിന്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പരിപ്പ് കറി തയ്യാറാക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ. നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് എരിവുണ്ടാവും, അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കണ്ട. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പരിപ്പ് കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു 10-12 ഉള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ഉള്ളി മതി. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 10-12 ഉള്ളി എടുക്കുക. പിന്നെ ഒരു ചെറിയ സവോള, വലിയ സവോള വേണ്ട, ചെറിയ സവോള. പിന്നെ ഒരു 7-8 വറ്റൽമുളക്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ്, ഞാനിപ്പോൾ 1/2 കപ്പ് പരിപ്പിന് 1.5 കപ്പ് വെള്ളം കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ പരിപ്പിൻ്റെ കൂടെ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പരിപ്പിൻ്റെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണും 1 പിഞ്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപ്പനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ള പരിപ്പ് വേവാൻ എത്ര വിസിൽ വേണോ അത്രയും വിസിലിന് വേവിച്ചെടുക്കുക. എൻ്റെ കയ്യിലുള്ള പരിപ്പ് 2 വിസിലിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് 2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് ഒറ്റ വിസിൽ വേവുന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ വേവിച്ചെടുക്കുക. 3 വിസിലാണ് വേവുന്നതെന്നുണ്ടെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് സവോള ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ചോപ്പ് ചെയ്ത് വയ്ക്കാന്ന് വെച്ചാൽ ഫൈൻ ചോപ്പിംഗ് അല്ല, ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഞാനിപ്പോൾ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് പിന്നീട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഒരു 4 ചെറിയ അല്ലി, അല്ലെങ്കിൽ വലിയ അല്ലിയാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ പരിപ്പ് കറിയിൽ, അതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കുന്നില്ല. വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്, ഞാൻ ചേർക്കാറില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സവോളയാണെങ്കിൽ ഒരു 1/2 സവോള എടുത്താൽ മതി കേട്ടോ. ചെറിയ സവോള ആയതുകൊണ്ടാണ് ഞാൻ മുഴുവൻ സവോള എടുത്തത്. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കണ്ട. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക്, ഞാൻ പറഞ്ഞല്ലോ പച്ചമുളകൊക്കെ നമ്മുടെ എരിവനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. ആ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു 5 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുറുകെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും വറ്റൽമുളക് തന്നെ ചേർക്കുക കേട്ടോ. അപ്പോഴാണ് ഈ പരിപ്പ് കറിക്ക് ഒരു ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടുക. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു തണ്ട് കറിവേപ്പില. ഇതിൽ ഈ ഒരു സമയത്ത് സവോള തന്നെ ചേർക്കുക കേട്ടോ. നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ ഉള്ളി തന്നെ ചേർക്കുക. ഈ ഒരു സമയത്ത് സവോള തന്നെ ചേർത്താൽ മതി. ഉള്ളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളി ചേർക്കുന്നതിനേക്കാൾ നല്ലത് സവോള ചേർക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ സവോളയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് കുക്കായി വരട്ടെ. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ സവോള കരിഞ്ഞു പോകും. സവോള ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഒന്ന് കറക്കി എടുത്താലും മതി കേട്ടോ. സവോള വലുതായിട്ട് സവോള കട്ട് ചെയ്യരുത്. അപ്പോൾ നിങ്ങളിങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പരിപ്പ് കറിക്ക്. അപ്പോൾ
ഈ പരിപ്പ് കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, പൂരിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ എല്ലാത്തിനെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിതിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അരിപ്പുട്ടും പരിപ്പ് കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരിപ്പുട്ടിൻ്റെ കൂടെ മാത്രമല്ല ഗോതമ്പുട്ടിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഇതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്. പല രീതിയിൽ നമ്മൾ മുളകുകൾ ചേർക്കുന്നുണ്ട്. പക്ഷെ ഓവറായിട്ട് എരിവ് കൂടിപ്പോവില്ല കേട്ടോ. അത്യാവശ്യം എരിവുള്ള റെസിപ്പിയാണ്, പക്ഷെ ഓവറായിട്ട് എരിവ് കൂടിപ്പോവില്ല. പിന്നെ പരിപ്പ് വെന്ത് പേസ്റ്റ് പോലെ ആയിപ്പോരുത്. പരിപ്പിൽ അത്യാവശ്യം വെള്ളം വേണം. അതാണ് ഞാൻ 1/2 കപ്പ് പരിപ്പിന് 1.5 കപ്പ് വെള്ളം, 3 ഇരട്ടി വെള്ളം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി പരിപ്പിൽ ചേർത്തതാണ്. വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ. ഇത് സവോളയ്ക്കാണ് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ പരിപ്പിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. നമ്മുടെ റെസിപ്പികളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചമുളക് ഇപ്പോൾ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കാൻ. ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഒരുപാടാവണ്ട. ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ, കരിഞ്ഞു പോരുത്. ചില്ലി ഫ്ലേക്സിന് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അതൊന്ന് കുക്കായി വരാനുള്ള സമയം നമ്മൾ കൊടുക്കണം. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1.25 മുതൽ 1.5 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെയാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ 1.25 ടീസ്പൂണൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ പുട്ടായതുകൊണ്ടാണ് ഒരുപാട് എരിവ് ചേർക്കാത്തത്. അപ്പോൾ ചില്ലി ഫ്ലേക്സും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടിയല്ല, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറിനും കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം, ഒരു 1/2 ടീസ്പൂണിൽ താഴെ മാത്രം ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്താലും നമുക്ക് കളറേ കിട്ടുള്ളൂ, ഒരുപാട് എരിവായി പോവില്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിയിട്ട് മാത്രം പരിപ്പ് വേവിച്ചത് ചേർക്കുക. മുളക് പൊടി കരിയാതെയും നോക്കണം, മുളക് പൊടി കുക്കായിട്ടുണ്ടോ എന്നുള്ളതും കറക്റ്റായിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് നിൽക്കുമ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു പച്ച ടേസ്റ്റ് നല്ലതല്ലല്ലോ കറിക്ക്. ഇനിയിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഉള്ളിയൊക്കെ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ഒരുപാട് സമയം തിളച്ച് വരണ്ട. 2 മിനിറ്റ് ഒന്ന് തിളച്ച് പരിപ്പിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. നമ്മൾ ചേർത്തിട്ടുള്ള മുളകൊക്കെ പരിപ്പിലേക്ക് ഒന്ന് പിടിക്കണ്ടേ, അതിനായിട്ട്. ഇത് കണ്ടോ, പരിപ്പ് ഉടഞ്ഞു പോയിട്ടില്ല, പക്ഷെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പരിപ്പ് നന്നായിട്ട് വേവണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേവിച്ചോളൂ കേട്ടോ. അപ്പോൾ ചിലർക്ക് പരിപ്പ് നന്നായിട്ട് വേവുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പരിപ്പ് നന്നായിട്ട് വേവാത്തതായിരിക്കും ഇഷ്ടം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഈ ഒരു സ്റ്റേജിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പരിപ്പിലേക്കൊക്കെ ആകുമ്പോൾ ഉപ്പ് ഏതൊരു സ്റ്റേജിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ, ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുട്ടിനാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആക്കി എടുക്കാം, ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുറുകിയിരിക്കുന്ന ഗ്രേവി ആക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളത്. കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറിയുടെ പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതാ നന്നായിട്ട് കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടോടുകൂടി ഉപയോഗിക്കരുത്, ചൂട് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഒരു ഇളം ചൂടിൽ ഉപയോഗിക്കുക, നല്ല ചൂടോടെ ഉപയോഗിക്കുന്നതിനേക്കാൾ. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ ഇളം ചൂടുള്ള കറി, അല്ലെങ്കിൽ നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ ഇളം ചൂടുള്ള കറി ചേർത്തിട്ട് കഴിക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറിയുടെ പരിപാടി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കറി ഇവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ, അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.